ദിവസം ഒരു പൊള്ളി ദേവസ്ഥവും കാര്യങ്ങളോ ആണ്. എന്റെ പൊന്നു മോനെ, ഇന്ന് ഞാൻ റിച്ച് കിട്ടായിട്ട് ജോയിന്റ് ആയിട്ടുണ്ട്. ഇന്ന് ഞാൻ പോയിട്ട് റിച്ച് കിഡ്സിന്റെ നേതാവിന്റെ അടുത്ത് പോയി ചോദിച്ചപ്പോ റിച്ച് കിഡ്സിന്റെ നേതാവ് പറഞ്ഞു, നീ കയറിക്കോടാ, നീ ഒരു റിച്ച് പേഴ്സൺ അല്ലേന്ന്. ഞാൻ പിന്നെ അങ്ങോട്ട് നോക്കിയില്ലല്ലോ. റിച്ച് കിഡ്സിന്റെ ഡ്രസ്സ് അങ്ങെടുത്തങ്ങ് ഇട്ട് ഇനി നമുക്കുള്ള പരിപാടി എന്ന് വിചാരിച്ചു കഴിഞ്ഞാല് ഇന്ന് പ്രത്യേകിച്ച് ഒരു പരിപാടിയില്ല. നമുക്ക് ഇന്ന് പ്രത്യേകിച്ച് ഒരു പരിപാടിയില്ല. അപ്പൊ നമുക്കൊന്ന് വെളിയിലോട്ടൊന്ന് പോയി കറങ്ങിയിട്ടൊന്ന് വരാം. പ്രത്യേകിച്ച് എന്തൊരു പരിപാടി ഒന്ന് പോകാം. ഹലോ ചേട്ടാ, ആരാടാ വിളിച്ച? ഇവനാണോ? അയ്യോ ഞാൻ മാറിപ്പോയി. നീ എന്നെ? ആ ചേട്ടാ, ഞാൻ തന്നെ ചേട്ടാ. ചേട്ടനെ വിളിച്ച എന്ന് വിചാരിച്ചാ എനിക്കൊരു അത്യാവശ്യമുണ്ട് ചേട്ടാ. എന്തെടാ അത്യാവശ്യം? പറയടാ. ഞാൻ പറയുന്നൊന്ന് കേക്ക് കേട്ടോ. ഞാനായിരുന്നാലില്ലേ ഒരു ദിവസം ഇങ്ങനെ നടന്നു പോയപ്പോഴത്തേക്കും എന്നെ ആയിരുന്നാല് ഒരു ചെറുക്കൻ നേരെ വന്ന് തള്ളി. ആ ചെറുക്കൻ്റെ ചീട്ടുമ്പോ അടിക്കാൻ പോവൂ ചേട്ടാ. പിന്നെന്താടാ, പിന്നെ നമുക്ക് റെഡിയാക്കാലോ. ഞാൻ അവനെ എന്തായാലും അടിച്ചിരിക്കും. ചേട്ടാ കണ്ടുപിടി കേട്ടോ അവനാ. ബായ്. ചെടിയേ, ഒരു ചെറുക്കൻ അവനെ അടിച്ചെന്നാണ് പറയുന്നത്. പിന്നെ നമ്മൾ വിട്ടു കൊടുക്കുമോ ഗൈസ്? നമുക്ക് തിരിച്ച് തന്നെ അടിക്കണം. ഓക്കെ, നമ്മൾ ആരാണ് അടിച്ചതെന്ന് സെർച്ച് ചെയ്യണം. ഓക്കെ, ആരാണ് അടിച്ചതെന്ന് നമുക്ക് സെർച്ച് ചെയ്യാനായിട്ട് ഫസ്റ്റ് തന്നെ നമ്മളെ റിച്ച് കിഡ് ചെറുക്കൻ്റെ അടുത്ത് പോയി ഒന്ന് ചോദിക്കണം. ഓക്കെ, റിച്ച് കിഡ് എവിടെയാ? റിച്ച് കിഡ്. ഓക്കെ, പക്ഷേ റിച്ച് കിഡിന്റെ ആവശ്യം നമുക്കില്ല ഗൈസ്. നമ്മൾ തന്നെ ഒരു റിച്ച് കിഡാണ്. നമ്മൾ തന്നെ അവന്മാരെ തീർക്കണം ഗൈസ്. ഓക്കെ, അല്ലാതെ നമുക്ക് വേറൊരു പണിയില്ല. ഓക്കെ, എന്തായാലും ഉറപ്പായിട്ടും അവന്മാരെ തീർത്തിരിക്കും. ഇടത്തൊട്ടുള്ള നമ്മളെ യൂണിഫോമാണ് ഈ റിച്ച് കിഡിന്റെ യൂണിഫോം. നമ്മൾ ഇനി ഇത് മാറ്റത്തോലുമില്ല. ഓക്കെ, നമ്മളെ റിച്ച് കിഡ് തന്നെയാണ്ടാ. ആരാണ് അവനെ തൊട്ട അവന്മാരെ നമ്മൾ അടിച്ച് പറപ്പിക്കും ഗൈസ്. ഓക്കെ, നമ്മൾ റിച്ച് കിഡ് ആണ്. അപ്പോൾ റിച്ച് കിഡ് ഏറ്റവും ടോപ്പായിട്ട് സെക്കൻഡ് ടോപ്പായിട്ടുള്ളത് ഞാനാണ് ഗൈസ്. ഓക്കെ, നമുക്ക് ഭയങ്കര അടിയാണ്. ഓക്കെ, നമുക്ക് അവനെ തപ്പാനായിട്ട് നമുക്ക് നല്ല കൺഫർമേഷൻ വേണം അവൻ തന്നെയാണോ എന്ന്. ആ റിച്ച് കിഡൊക്കെ പോകണേ. സുഖം തന്നെ. പെട്ടെന്ന് നോക്കോ, എനിക്കൊരു കംപ്ലൈന്റ് ഉണ്ട്. ഓക്കെടാ. ഓക്കെ, അവൻ എന്തായാലും ആ പരിപാടി ചെയ്യാനായിട്ട് പോയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മളെ പരിപാടിയിലോട്ട് കിടക്കാം. ഓക്കെ, ഈ സ്ഥലം ഈ ലൊക്കേഷൻ അവൻ തന്നിട്ടുണ്ടായിരുന്നു എനിക്ക്. ഇവിടെയുള്ള ഏതാ ഒരാളാണ് അവനെ അടിച്ചതെന്നും പറഞ്ഞുകൊണ്ട് ഇവിടെ നമുക്ക് നോക്കാം ഗൈസ്. ഇവിടെ ആരാണ് അവനെ അടിച്ചതെന്ന് നമുക്കൊരു എത്തും പിടിയില്ല. ഓക്കെ, ഈ ടീം വെച്ച് കുഴപ്പമാണെന്ന് നമ്മൾ അറിയുന്നുണ്ട്. ഓക്കെ, നമുക്ക് എന്തൊരു ചെയ്യാനാണ്. നമ്മൾ ഈ ടീമിൽ വന്നിട്ട് നോക്കുന്നുണ്ട് ഗൈസ്. നമ്മൾ ഇവിടെ ഒന്ന് ശ്രദ്ധിക്കുന്ന ഇവന്മാർക്ക് ഡൗട്ട് ഉണ്ടാകുന്ന എനിക്കൊരു ഡൗട്ടുണ്ട് ഗൈസ്. ഓക്കെ, പതുക്കെ നമ്മൾ പാവം മനുഷ്യനെ പോലെയൊക്കെ നടന്നങ്ങ് പോവാം. എന്താ അവനൊക്കെ പ്രശ്നം? ഇവൻ നിന്നെ ടാറ്റയും കാണിച്ചുകൊണ്ട് പോയി ഗൈസ്. എന്ത് വട്ടമുള്ള ചെറുക്കനാണെന്നാണ് തോന്നുന്നത്. നമുക്ക് വെളിയിലോട്ട് ഇറങ്ങി പോവാം ഗൈസ്. ഇവന്മാരെ ഏതാ ഒരു ടീമിലുള്ള ഒരാളാണ് നമ്മളെ ചെറുക്കനെ അടിച്ചതെന്നാണ് പറയുന്നത്. അത് പറയല്ല ഗൈസ്. അയ്യോ, എന്നെന്തിനാ സാറേ പിടിക്കാൻ വരുന്ന? നീ പഠിക്കാൻ ക്ലാസ് റൂമിൽ കയറാ. അയ്യോ എന്റെ അമ്മച്ചേ ഗൈസ്, സാറിന്റെ കാലി കുത്തുവാ സാറേ. തിരി. അയ്യോ ഗൈസ്, സാറ് എന്നെ പിടിക്കാൻ വരെയാണ്. ഞാൻ പഠിക്കാനുള്ള സമയത്ത് പഠിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ പൊന്നോ ഗൈസ്. ഓടറാ. നമുക്ക് ലൈബ്രറിയിലോട്ട് പോവാം. ഓക്കെ, നമുക്ക് നല്ലൊരു പ്ലാൻ തന്നെ വേണം. എന്താന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മളെ ബോയ്സ് റൂമിലോട്ട് നമുക്ക് പോവാം. എന്താന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഗൈസ്, ഇവന്മാരെ തടുക്കുന്ന അത്ര സിമ്പിൾ അല്ല. ഇവന്മാരെ ടീം അല്ല ഗൈസ്. എന്തായാലും ഇവന്മാർ പറഞ്ഞിട്ടുള്ളൊരു ടീമാണ്. നമ്മൾ എന്നാലും അവിടെ പോയൊന്ന് ചെക്ക് ചെയ്തേ ഉള്ളൂ. ഇവന്മാരെ ടീം അല്ല.
ഇവന്മാരെ പറഞ്ഞാരാ വിലക്കിയിട്ട് ചെയ്യിപ്പിച്ചാണ്. അപ്പം ആ വിലക്കിയ ആളിനെ നമുക്ക് കൊല്ലേണ്ടത്. ഗായ്സ് നമ്മൾ പെട്ട് എന്തെന്ന് വിചാരിച്ചാൽ നമുക്ക് ബോയ്സ് റൂമിലോട്ട് പോകാം, പെട്ടെന്ന് പോകാം. അല്ലെങ്കിൽ ഈ സാറ് നമ്മളെ പിടിച്ച് നമ്മളെ അറസ്റ്റ് ചെയ്യിപ്പിക്കും. ഓക്കെ, നമുക്ക് നല്ലൊരു വെൽ പ്ലാൻ തന്നെ വേണം. ആരാ ഇവനെ പറഞ്ഞ് വിലക്കിയിട്ടുണ്ട്, എന്നാലും അത് ആരായിരിക്കും ഗായ്സ്? ഇത്രയും ധൈര്യമുള്ള ഒരാളാണോ അവനടിക്കാൻ വന്നത്? എൻ്റെ ടീമിലുള്ള ലവനാ. നമ്മളെ പാവം ചെറുക്കനാ. അവനെ അടിക്കാൻ ആർക്കാണോ എന്തോ ധൈര്യം തോന്നിയ? ഞാൻ അടുത്തുള്ളപ്പം. എടാ, ഒരു കേസുണ്ടല്ലോ, നിനക്കല്ലേ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ? എന്നെ കൊണ്ടൊന്നും പറ്റൂല. എനിക്ക് തന്നെ ഇപ്പോൾ ഒരു കേസിൽ പെട്ടിരിക്കുകയാണ്. എടാ, ഒരു കാര്യമുണ്ട്. നമ്മളായിരുന്ന റിച്ച് കിട്ടിൻ്റെ എടാ നീ എന്താ ഇവിടെ? എടാ, നമ്മളായിരുന്ന ഞാൻ റിച്ച് കിട്ടിയുടെ ടീമിൽ ഇന്ന് ജോയിൻ ചെയ്തല്ലേ ഉള്ളൂ. ഇന്ന് തന്നെ എനിക്കൊരു കംപ്ലൈൻറ്റ് വന്നു. എനിക്കൊന്നും പോയി ആ കംപ്ലൈൻറ്റ്. നീ തന്നെ ആ കംപ്ലൈൻറ്റ് ഡീൽ ചെയ്താൽ മതി. ഗായ്സ്, ഇവന്മാർ പറയുന്നത് നീ തന്നെ ആ കംപ്ലൈൻറ്റ് ഡീൽ ചെയ്താൽ മതി എന്നാണ്. ഇത് നമ്മളെ ബേസാണ് ഗൈസ്. ഓക്കെ, ഈ ബേസിലോട്ട് ഓക്കെ ഇനി നമുക്കുള്ള പരിപാടി. ഹലോ, ഇവരെല്ലാരും ഒന്ന് സംസാരിക്കുന്നു. എടാ, നിങ്ങൾക്കല്ല ആർക്കെങ്കിലും കേസുണ്ടാ? നമുക്ക് എല്ലാവർക്കും കേസുണ്ടാ. കുട്ടിയപ്പം അങ്ങനെ പാടാണ്, എല്ലാവർക്കും കേസാണ്. ആരൊക്കെ പോണം നിന്റെ കേസ് സോൾവ് ചെയ്യാൻ നമ്മളെ കൊണ്ട് ഇത് പറ്റൂലടാ. പോടാ ഗൈസ്, ഇവന്മാരാരും നമ്മളെ കൂട്ടത്തിലുള്ള നല്ല ആൾക്കാരല്ല എന്നാണ് തോന്നുന്നത്. നമുക്ക് എന്തെയ്യാം, നമുക്ക് ഇവിടെ തന്നെ ഒന്ന് ആലോചിക്കാം. ആരായിരിക്കുവാണ് എന്നാലും ഇതാക്കിയ? നമ്മൾ കുറെ നേരോടെ ഇവിടെ തന്നെ കിടന്ന് അടിക്കുന്നു ഗൈസ്, കിടന്ന്. ഓക്കെ, അല്ലാതെ പിടിയിട്ടൂല. ഓക്കെ ഗൈസ്, എനിക്കിപ്പോൾ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ട്. ചിലപ്പം നമ്മളാ ഒരാൾ തന്നെയായിരിക്കും. ആ ആളിനെ എനിക്ക് നല്ല ഡൗട്ടുണ്ട്. അയാളിനെ നമുക്കൊന്ന് ഇടിക്കാം ഗൈസ്. ഈ സാറന്മാരൊന്ന് പൊക്കോട്ട്. ഇവനാണെന്നാണ് എൻ്റെ ഡൗട്ട്. എന്തെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഗൈസ്, ഇവനാണ് മോസ്റ്റ് ക്രിമിനലി. ഇവനെ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന പൈസ ഒന്നുമില്ല ഗൈസ്. കണ്ട, ഒന്ന് തള്ളുന്നുണ്ടോ? അവന് ഇതായിട്ടാണ് ഗൈസ് വന്ന് തള്ളുന്നത്. ഒരു അടി അങ്ങ് ഊക്കിലിട്ട് കൊടുത്താൽ മതിയായിരുന്നു. പക്ഷെ അവിടെ സാറുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പതുക്കെ മുങ്ങിക്കളയുന്നത്. ഓക്കെ, സാർ അങ്ങോട്ട് പോയി കിട്ടിയാൽ. ഓ ഗൈസ്, എടാ നീയാണാടാ എൻ്റെ ചെറുക്കനെ തൊട്ടത്? ഡേയ്, നീയാണാടാ? ഞാനാണ് ചെറുക്കനെ തൊട്ടില്ലടാ. നിന്റെ ഓണക്ക ചെറുക്കൻ അടിക്കാനാ, എന്നെ അടിക്കാനാടാ? എടാ നീരടാ നമ്മളെ ബാലുവിനെ തൊട്ടാ? ഞാനാണ്ടാ ബാലുവിനെ തൊട്ടാ? നിനക്കെന്തടാ? അയ്യോ സാറ്, സാറേ ഗൈസ്, അവനെ നമുക്കിന്ന് വിടാൻ പറ്റൂല. ഓക്കെ, എന്തായാലും അവനെ അടിക്കണം. ഓക്കെ, ഈ സാറിനെ ഒന്ന് രക്ഷപ്പെട്ട് നമുക്ക് അവനെ എന്തായാലും അടിക്കണം ഗായ്സ്. അവൻ ദാ പോണ് ഗായ്സ്, ദാ പോണ്. കള്ള അടി 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 അടി. ഓ ഗായ്സ്, കുത്തലി. കൊന്നറാ, നമ്മളെ കൊന്നറാ. ആ പ്രിൻസിപ്പിളിൻ്റെ അടുത്ത് കൊണ്ടുപോയി ഗായ്സ്. നമ്മൾ പ്രിൻസിപ്പിളുമായിട്ടുള്ള ഡീലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ആ ഡീലൊക്കെ ഇപ്പോൾ പ്രിൻസിപ്പിൾ മറന്ന്. പ്രിൻസിപ്പൽ സാറേ സോറി, ഞാനൊന്നും അറിയാതെ ചെയ്തേണ്. നീ അറിയാതെ ചെയ്യണോ? എനിക്ക് അറിയാടാ, നീ എന്തായാലും അറിയാതെ ചെയ്യൂല. എനിക്ക് നീ ഹെൽപ്പ് തന്നിട്ടുണ്ടെങ്കിലും എനിക്ക് എന്നെ അത്ര ഇഷ്ടമല്ല ഗൈസ്. എന്ത് പറയാനാണ്, നമ്മളെ താണ്ടെ വേറെ ഒരു ജോബിന് ഏൽപ്പിച്ചേക്കുന്നത്. എടാ, എന്നെ കൊണ്ട് പറ്റൂല. ഈ കേസ് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റൂല എന്നാണ് തോന്നുന്നത്. നമ്മൾ ഉറപ്പായിട്ട് സോൾവ് ചെയ്തിരിക്കും ഗൈസ്. ഈ കേസ് നമ്മൾ ഉറപ്പായിട്ട് സോൾവ് ചെയ്തിരിക്കും. കേസ് സോൾവ് ചെയ്യും. ഓക്കെ, നമ്മൾ അങ്ങനെ കൃഷി വെട്ടട്ടെ, എന്നിട്ട് കാണാം. ഓക്കെ, നമ്മളെ ജോബൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇറങ്ങി പോകാൻ കഴിയും. എന്താ പൊന്നു പോലെ, നമുക്ക് ഉറപ്പായിട്ടും അവനെ അടിച്ചേ പറ്റുള്ളൂ. എന്തെന്ന് വിചാരിച്ചാൽ അവനാണ് നമ്മളെ ചെറുക്കനെ തൊട്ടത് ഗൈസ്, നമ്മളെ മോനുവിനെ തൊട്ടത്. മോനുവിനെ തൊട്ട ആരാണോ അവനെ നമ്മളിന്ന് കൊന്നിട്ടേ പോകൂ. ഓടറാ, അവനെ ഇന്ന് ഞാൻ കാണട്ടെ, എന്നിട്ട് നമുക്ക് അവനെ കൊല്ലാം.
അവനെവിടെ എവിടെയെങ്കിലും കാണും ഗൈസ്. അവനിവിടെ എവിടെയെങ്കിലും നമ്മളാ മോനൂനെ തപ്പി ഗൈസ്. ദാ പോണ് നമ്മളണ്ണൻ. എടാ കള്ളാ, എടാ നിന്റെ ഇതെനിക്ക് റിജക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ പൊക്കോ ഗൈസ്. ദാ നമ്മളെ മോനൂനെ കൊന്ന അണ്ണൻ അതുവഴി പോയി ഗൈസ്. പോയി കളഞ്ഞു, മുങ്ങിക്കളഞ്ഞു ഗൈസ്. അവൻ മുങ്ങി. അവന് പിടികിട്ടി ഗൈസ്, അവന് പിടികിട്ടി നമ്മളിവിടെ തന്നെ ഉണ്ടെന്ന്. വെയിറ്റ്, മോനൂനെ കൊന്ന ആളാരാണെങ്കിലും അവൻ നമ്മൾ തീർക്കും. ആടാ എന്നെ മോനൂനെ കൊന്നേന്നല്ല, മോനൂനെ അടിച്ച. മോന് മരിക്കാൻ കിടന്ന്. ഓക്കെ, അവനെ നമുക്ക് ഉറപ്പായിട്ടും കൊല്ലണം. നമുക്ക് ആ ഗ്ലാസ് റൂമിലൊന്ന് കയറി നോക്കാം. ഇവിടെ ആയിരുന്നാലും നമ്മളെ മോനൂനെ കൊന്ന ചെറുക്കന്നെ. അയ്യോ രാത്രിയായി ഗൈസ്, ഇനി പോയി കിടന്ന് ഉറങ്ങിയാലേ നടക്കുള്ളൂ. ഓക്കെ, എന്നാലും ഞാൻ മോനൂനെ കൊന്ന ആളിനെ കണ്ടുപിടിക്കും. കൊന്നേന്നല്ല, തല്ലിയ. ഗൈസ് ഇവിടെ കിടന്ന് ഓടിയിട്ട് ഒരു കാര്യമില്ല. നമ്മളെ ഗേൾസ് അല്ല ബോയ്സ്. ബോയ്സ് ഡോമിന് നമുക്ക് ഫയർ അലാറം അടിക്കുമ്പോഴത്തേക്ക് ചിലപ്പോൾ ഓടി വരും. ഓക്കെ, നമുക്ക് ഫയർ അലാറം അടിക്കാം. തോന്നിക്കുന്നതാ ഫയർ അലാറം ഒന്നും അടിക്കണ്ട, കാണിച്ചു തരാണോ എനിക്ക് ഞാൻ. നീ എൻ്റെ മോനൂനെ തൊട്ടല്ലേടാ. അയ്യോ സോറിടാ. എടാ നീ എൻ്റെ മോനൂനെ തൊടൂല്ലേടാ. മോനൂനെ നീ തൊട്ട് ഇനി നിനക്ക് ജീവിതം ഇല്ലടാ. നീ എൻ്റെ മോനൂനെ കൈ വെച്ചല്ലടാ കാണിച്ച്. നമ്മളെ റിച്ച് കിഡ്സിന്റെ മാനം നമ്മൾ കളയൂലടാ. നമ്മൾ വലിയൊരാള് തന്നെ. റിച്ച് കിഡ്സിന്റെ മാനം നമ്മൾ കളയൂടാ. അടിച്ച് പൊട്ടിക്കുക. നമ്മളെ മോനൂനെ കൊന്ന ചെറുക്കനാണ് നീ. മോനൂനെ അടിച്ച ചെറുക്കൻ. മോനൂന്റെ അടുത്ത് പോയി പറയട്ടെ ഗൈസ്. മോനു എപ്പോഴും അവിടെ കാണും. മോനു എവിടെ അടിച്ചതാ? അത് കാണാൻ പറ്റാ ഞാൻ വന്നത്. എടാ നീ അവരെ കൊല്ലത്ത് ചെയ്യണ്ട. കൊന്നു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ കംപ്ലൈന്റ് ആവും. എന്നെ കൊല്ലണ്ട. നീ വല്ല ടീമല്ലേ, നീ കൊല്ലല്ലേടാ മുത്തേ. ഇല്ലടാ കൊല്ലൂല. നിനക്ക് വേണമെങ്കിൽ ഒരു ചവിട്ടൊക്കെ കൊടുക്കാം. റെഡിയായി. ഇപ്പഴാണ് ഒന്ന് മൂടി നിന്ന് മാറിയത്. യെസ്. ഒരു കൊക്കോളയൊക്കെ എടുത്ത് കുടിക്കാൻ മാറില്ലടാ ചേട്ടാ. ഞാനൊരു കൊക്കോള എടുക്കുക ചേട്ടാ. ഓക്കെ മാറ്. ഞാൻ കൊക്കോളയൊക്കെ എടുത്ത് കുടിക്കട്ടെ. പൊന്നു പോലെ ഇന്ന് തന്നെയായിരുന്നു വലിയൊരു ഡേ. ആ മോനൂനെ കൊന്ന ടീമിലുള്ള ഒരാള്. മോനൂനെ കൊന്നയല്ല, മോനൂനെ ഇതാക്കിയ. ഓക്കെ, അവനെയും കൂടെ അടിച്ചേക്കാം. നമ്മൾ ഈ ടീമിനെ ഇനി കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വെറുതെ വിടൂല ഗൈസ്. ഈ ടീമിനെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അപ്പം അടിക്കും. എടോ ഇങ്ങനെയൊന്നും വേണ്ടായിരുന്നു. എന്നാലും അത് കിടക്കട്ടാ, എല്ലാ എണ്ണത്തിനും കിടക്കട്ട്. അവൻ അങ്ങനെ തന്നെ വേണം. അവനെവിടെയാടാ? അവൻ ഹോസ്പിറ്റലിൽ എങ്ങാണ്ട പോയെന്നാണ് തോന്നുന്നത്. എൻ്റെ അടി അവന് പിടിച്ചില്ല. യെസ്. ഒന്നും പറയാനില്ല. ഞാൻ തന്നെയാണ് ഹീറോ എന്ന് വേണമെങ്കിൽ എനിക്ക് പറയാം. എന്ന് വിചാരിച്ചു കഴിഞ്ഞാലേ അവനെ ഞാൻ തോപ്പിച്ച്. ഇനി അവൻ ഈ ലോകത്തിലേ കാണൂല. അതാ അവൻ്റെ ടീമിലുള്ള ചെറുക്കൻ. അടി എല്ലാണത്തിനെ അടിയടാ. ഓക്കെ ഗൈസ്, എല്ലാത്തിനെയും നമ്മൾ ഇനി ആ ടീമിനെ കണ്ടിനാ അടിക്കും. നമ്മളെ മോനൂനെ തൊട്ട ആൾ നമ്മൾ വെറുതെ വിടൂല. നമ്മളെ മോനൂനെ തൊടാൻ ഇറങ്ങിയിരിക്കുന്നു. കേസ് മോനൂന്റെ ടീമിലുള്ള വേറൊരു ചെറുക്കനാണ്. അവനെ തള്ളാറായടാ. ഇന്ന് ഫുള്ള് ഫൈറ്റിങ് തന്നെ ഗൈസ്. അടിയടാ. അവനെ അടി. അടിച്ചു വിട്. അടി. മരിക്കട്ടെ. അടി നിർത്തൂലേ. അയ്യോ എനിക്ക് ഗൈസ് കരയുന്നു ഗൈസ്. പാവം പ്രശ്നമൊന്നുമില്ല ഗൈസ്. ഞാൻ കിടന്നുറങ്ങാൻ പോണു. എനിക്കൊന്നും വയ്യ. ഞാൻ ഉറങ്ങുന്നേ എൻ്റെ അമ്മേ.